ചേട്ടാ നമസ്കാരം. ഉദ്ധവ് താക്കറെയുടെ കാര്യം കഷ്ടമാണ്. മഹാരാഷ്ട്രയില് ബി.ജെ.പിയെ മലത്തിക്കളയുമെന്ന് പറഞ്ഞ് ഉദ്ധവ് താക്കറെ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടി ഇപ്പൊ ഉദ്ധവ് താക്കറെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് പോയിട്ട് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് അവിടെ കെഞ്ചിക്കേട് നിന്ന് തിരിച്ചു വന്നപ്പോ ചാണകം എറിഞ്ഞു അയാളുടെ വണ്ടിക്ക് നേരെ. പോരാത്തതിന് ഉദ്ധവ് താക്കറെയുടെ വീടിന്റെ മുൻപിൽ മുസ്ലിം സംഘടനകൾ പ്രതിഷേധം നടത്തുകയാണ്. വലിയ രീതിയിൽ അലമുറയിടുകയാണ്. കാരണം വേറൊന്നുമല്ല, ഉദ്ധവ് താക്കറെയുടെ MP, അതായത് നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ MP വഖഫ് ബിൽ അവതരിപ്പിച്ചപ്പോ പാർലമെന്റിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നത്. ഉദ്ധവ് താക്കറെക്ക് കഷ്ടകാലമാണോ ശിഷ്ടകാലം? മഹാരാഷ്ട്ര ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരു 5 മാസം കൂടെ കാണും. ഏതാണ്ട് ഒരു നവംബറോട് കൂടി ഇലക്ഷൻ, സെപ്റ്റംബറോട് കൂടി എല്ലാവരും പ്രചരണത്തിൽ തുടങ്ങും. നവംബറിൽ എന്തായാലും ഇലക്ഷൻ ആണ് മഹാരാഷ്ട്ര സംബന്ധിച്ച് ഇപ്രാവശ്യം ഏതാണ്ട് 4 5 മുഖ്യമന്ത്രിമാരുണ്ട്. ഒന്ന്, അധികാരം കിട്ടിയ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന BJPയുടെ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്, ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദം തുടരാനായിട്ട് നിൽക്കുന്ന ഷിൻഡെ, മഹാ അഘാടി സഖ്യം വന്നാല് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്ന ഉദ്ധവ് താക്കറെ, കോൺഗ്രസ് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിരുന്നു ഏതാണ്ട് ഒരു വർഷം 1.5 വർഷം മുമ്പ് തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഭരിക്കുമെന്നും. നാനാ പട്ടോല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം നേരത്തെ തന്നെ പ്രസ്താവന നടത്തിയത്. കോൺഗ്രസിന് ആഗ്രഹമുണ്ട്. ഇതുകൂടാതെ ചുളിവിൽ മുഖ്യമന്ത്രി ആകാനായിട്ട് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയെ മുന്നിൽ നിർത്താനും ശരത് പവാർ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് നിലവിലത്തെ സിറ്റുവേഷൻ. നമ്മൾ നോക്കിയാൽ BJP ഒറ്റയ്ക്കുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. BJPക്കും കോൺഗ്രസിനുമാണ് മുൻതൂക്കമുള്ളത്. കാരണം ഭരിക്കുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. വലിയ സീറ്റുകൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള 2 പാർട്ടി നിലവിലത്തെ സാഹചര്യത്തിൽ BJP ആണ്, മറ്റൊന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത് രണ്ടും ഈ പാർട്ടികൾക്ക് തിരിച്ചറിയാം. പക്ഷെ ഈ പാർട്ടികളെ സംബന്ധിച്ച് ഈ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനും കഴിയില്ല. ഇവിടെയാണ് ഈ ഉദ്ധവ് താക്കറയുടെ റോള് ശ്രദ്ധേയമാണ്. ഉദ്ധവ് താക്കറെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 2019 അവര് ഈ BJPയുടെ മുന്നണിയിലായിരുന്നു. 125 സീറ്റിൽ അവർ മത്സരിച്ചു. ഇന്നിപ്പം അവര് കോൺഗ്രസിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ 3 ദിവസം ഉണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ. 3 ദിവസം സോണിയാഗാന്ധിയെ കണ്ടു, രാഹുൽ ഗാന്ധിയെ കണ്ടു, മല്ലികാർജ്ജുന ഖാർഗെ കണ്ടു. അവർ 100 സീറ്റ് പോലും ഈ സഖ്യത്തിൽ ഉദ്ധവിന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് കോൺഗ്രസ് പിന്നീട് പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കുക ആരെ ആക്കണമെന്നുള്ളത്. കാരണം കോൺഗ്രസിന് ഒരു വ്യക്തമായ പ്ലാൻ മഹാരാഷ്ട്രയിലുണ്ട്. കാരണം അതൊരു ഫണ്ടിങ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് അധികാരം വരണമെന്ന് അവർക്ക് മുഖ്യമന്ത്രി. കാരണം അവർ ഒരുപാട് വർഷങ്ങളായി അവിടുത്തെ മുഖ്യമന്ത്രി പദത്തിൽ പുറകോട്ട് പോയി നിൽക്കാൻ തുടങ്ങി. ഇനി അവർക്കത് പറ്റില്ല. അതാണ് അതിനകത്ത് പ്രധാന പ്രശ്നം. പിന്നെ മറ്റൊന്ന്, കോൺഗ്രസ് പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. ഈ ഉദ്ധവ് താക്കറെ 2019 BJPയുടെ ഒപ്പം നിൽക്കുന്ന ഉദ്ധവ് താക്കറെ അല്ല ഇപ്പോഴുള്ളത്. അന്നാ ഒരു 100 സീറ്റ് 120 സീറ്റൊക്കെ BJP കൊടുക്കാൻ BJPയും ഉദ്ധവ് താക്കറെയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, അത്താല പാർട്ടിയും ഒക്കെ ഉള്ള പിന്നെയുള്ളതല്ല കൊച്ചു കൊച്ചു പാർട്ടികൾ. അവർക്ക് 1 2 3 സീറ്റൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉദ്ധവ് താക്കറയുടെ ഒപ്പം നിൽക്കുന്നവരൊക്കെ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളവരാണ്. NCP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ. അപ്പൊ ഉദ്ധവ് ചോദിക്കുന്ന ആ സീറ്റ് ഇപ്പം നിലവിൽ കൊടുക്കാൻ പറ്റില്ല. 282 സീറ്റേ ആകെ ഉള്ളൂ. ഇപ്പുറത്തും പ്രശ്നമാണ്. ഇപ്പുറത്തെ NDA മുന്നണിയിൽ 150 സീറ്റ് മത്സരിക്കുന്ന നേരത്തെ തന്നെ ഫട്നാവിസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ശിവസേന, അത് ഉദ്ധവിന്റെ ആയാലും ഷിൻഡയുടെ ആയാലും ഒക്കെ പ്രശ്നം. ഷിൻഡയ്ക്ക് ഉള്ള ഒരു വലിയ പ്രശ്നം, ഷിൻഡയുടെ കൂടെ നേതാക്കന്മാരുണ്ട്, അണികളില്ല. ഉദ്ധവിന്റെ കൂടെ നേതാക്കന്മാരില്ല, അണികളുണ്ട്. ഇതാണ് ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. ഉദ്ധവിനെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഇലക്ഷനെ നേരിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഈ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അത്ര സിമ്പിളായ കാര്യമല്ല. നല്ല പണച്ചിലവുള്ള കാര്യമാണ്. ഈ പണം എറിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ പ്രചരണത്തിനൊക്കെ കോടികൾ തന്നെയാണ് മുടക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെയൊക്കെ നിയമസഭാ മണ്ഡലത്തിന് എത്ര. ഇതൊക്കെ വെച്ചിട്ട് ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ നിർത്തി പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ശിവസേനയെ സംബന്ധിച്ച് കുറവാണ്. കാരണം അവരിപ്പോ ഒരു ഇലക്ഷനിലേക്ക് ഈ പണം മുഴുവൻ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടിവരും, വരാനുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടി മുമ്പോട്ട് പോകാൻ. കാരണം പാർട്ടി എന്ന് പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് കഴിയുന്നതോട് തീരുന്നല്ല. പാർട്ടിയുടെ മുമ്പോട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തന്നെ ലക്ഷങ്ങൾ ചെലവഴിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഉദ്ധവ് എന്ത് ചെയ്യുമെന്നൊരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഈ 2-3 രസകരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഉദ്ധവും RSSും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അതായത് BJP ആയിട്ടുള്ള ഉടക്ക് നിൽക്കുമ്പോൾ തന്നെ RSSുമായിട്ട് നല്ല ബന്ധം. മറ്റിടത്ത് ഉദ്ധവിനെ അടുപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ ഷിൻഡയ്ക്ക് ഈ പിന്നെ നമ്മുടെ ഫട്നാവിസിന് താല്പര്യമുണ്ട്. ഇതിനിടയിലാണ് RSS ഒരു നീക്കം നടത്തിയിട്ട് ഈ ഉദ്ധവിനെ തിരിച്ചു കൊണ്ടുവന്ന് ഷിൻഡയുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇവിടെയാണ് വലിയ രസകരമായിട്ട് കാര്യം നടക്കുന്നത്. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു. അങ്ങനത്തെ വാർത്തകൾ വന്നതിന് തൊട്ട് പിന്നാലെ ഷിൻഡെ ഉദ്ധവിനെതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ ഷിൻഡെ BJPയുടെ മുന്നണിയിലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഷിൻഡെ ഭയങ്കരമായിട്ട് ഉദ്ധവിനെതിരെ പറയുന്നു.
ഉടനെ തന്നെ ഉദ്ധവിന്റെ ശിവസേന അപ്പൊ എന്താണ്, അതായത് ഒന്ന് അടുത്ത് വരുമ്പോഴത്തേനും അതിനകത്ത് തന്നെ അകറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ചാണകം മാത്രമല്ല കേട്ടോ, തേങ്ങയും ഉം. ഇറങ്ങായിരുന്നു. അപ്പൊ അത് അത് ഈ ശരി. മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന് പറഞ്ഞിട്ട് ഈ രാജ് താക്കറെയുടെ പാർട്ടിയുണ്ട്. ഉം. അപ്പൊ രാജ് ഉം. താക്കറെയുടെ അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ രാജ് താക്കറെ കഴിഞ്ഞ ദിവസം ഈ ശിവസേനയുടെ ഈ ഉദ്ധവിന്റെ വിഭാഗക്കാരി വെറ്റില കൊണ്ട് എറിഞ്ഞു. അപ്പൊ ഇതിനൊക്കെ ഓരോ ഉം. അർത്ഥങ്ങളുണ്ട്. ചാണകം എറിയുന്നു, വെറ്റില എറിയുന്നു. വെറ്റില കൊണ്ട് എറിഞ്ഞതിനകത്തുള്ള തിരിച്ചടിയായിട്ടാണ് ഈ സാധനം പോകുന്നത്. അപ്പൊ ഇവരെല്ലാം നിന്ന് ഇതിനകത്ത് അപ്പൊ ഒരു ഭാഗത്ത് ഇതിനെല്ലാം കൂടെ ഐക്യപ്പെടുത്തി കൊണ്ടുവരാൻ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉം. ഉം. മറുഭാഗത്ത് ഇതിനെ തുരങ്കം വെക്കാൻ ഈ ഷിൻഡെ ഉൾപ്പെടെ ഉള്ള അവരുടെ ശിവസേന ആ മുന്നണിക്ക് തന്നെ ഉം. പ്രശ്നം ചെയ്തു. ഇതിനിടയ്ക്ക് ഉദ്ധവ് ഉം. താക്കറെ സ്വന്തമായിട്ട് കളം പിടിക്കാൻ, അല്ല സോറി, രാജ് താക്കറെ സ്വന്തമായിട്ട് ഉം. കളം പിടിക്കാൻ ഒരു ശ്രമം നടക്കും. ഉദ്ധവിനെ സംബന്ധിച്ച് പറഞ്ഞു ഉം. കഴിഞ്ഞാൽ ആ ഒരു പഴയ ശിവസേനയിൽ നിന്ന് അവർ ഒരുപാട് വ്യതിചലിച്ച് പോയായിരുന്നു. കാരണം അവർ ഈ മുഖ്യമന്ത്രിയായ അദ്ദേഹം വരുന്ന സമയത്ത് മതേതര പാർട്ടിയായ കോൺഗ്രസിന്റെയും ഈ NCPയുടെ ഒക്കെ സഹായത്താലാണ് ഭരിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ഈ ഉം. കടുവയാണല്ലോ ഇവരുടെ ചിഹ്നം. ഈ കടുവയുടെ ഉം. പുറത്ത് ഉം. പുള്ളിയൊക്കെ ഇവരങ്ങ് മായ്ച്ചു കളഞ്ഞ് പകരം മതേതരമായിട്ട് മാറി. മതേതരമായി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ MNSന്റെ നേതാവ് രാജ് താക്കറെ കടന്നു കയറി. അതായത് ഈ ഉം. മസ്ജിദിലൊക്കെ ഈ ഉം. കൊളാമ്പികൾ ഉപയോഗിക്കുന്നതിനൊക്കെ വലിയ സമരം ചെയ്ത് ആ ഒരു വോട്ട് ഉം. ബാങ്ക് കാർന്നു നിന്നു. ഷിൻഡെ ആണെങ്കിൽ കുറച്ച് ഉം. നേതാക്കളെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ, ഇപ്പൊ ഉദ്ധവിന് ഏത് പോളിസി, ഏത് സ്റ്റാൻഡ് എടുക്കണമെന്ന് അറിയില്ല. ഈ ശ്രീരാമ ഉം. ജന്മഭൂമിയുടെ മറ്റേ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വന്നപ്പോൾ ഉദ്ധവ് അതിനനുകൂലമായിട്ട് ഉം. നിൽക്കാനേ ഉദ്ധവിന് കഴിയും. പക്ഷെ ഇപ്പുറത്തത് ബാലൻസ് ഉം. ചെയ്യാൻ ഉദ്ധവിന് പറ്റുന്നുമില്ല. ഇപ്പൊ ഈ ഉം. പറയുന്ന ഏതാണ് വഖഫ് ബോർഡിന്റെ ബില്ലിനകത്ത് ഉദ്ധവിന് പ്രത്യക്ഷമായിട്ടൊരു തീരുമാനം എടുക്കാനും കഴിയില്ല. അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്ധവിന്റെ ബേസ് ആയിട്ടുള്ള ഈ അതിതീവ്ര ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടും. ഇനി ഉം. തെറ്റല്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ഈ തെറ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ മുന്നണിയിൽ സ്പേസ് കുറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പെടാപ്പാടിലാണ് ഉദ്ധവ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഉം. മഹാരാഷ്ട്ര രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ട്വിസ്റ്റുകൾ സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം. ഉം. ആരെപ്പോ എങ്ങോട്ട് പോകുമെന്ന് ഒരു പിടുത്തമില്ലാത്ത രാഷ്ട്രീയം. ഇതിനിടയിൽ വേറെ മറ്റൊരു കാര്യം നടക്കുന്നു. ഈ അജിത് പവാറും ശരത് പവാറും അമ്മാവനും അനന്തരവനാണ്. ഇവര് തമ്മിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂടിക്കാഴ്ചകളാണ് നടക്കുന്നത്. ചോദിക്കുമ്പോ പറയുന്നത് അത് ശരി. അമ്മാവനെ കാണാൻ പോയി, അമ്മാവന് സുഖമില്ലാതിരിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങള്. അപ്പൊ അങ്ങനെ ഉം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിനകത്തൊന്നും കണ്ണടച്ചൊന്നും നമ്പാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നത് ഉം. ഒരുപക്ഷെ ഈ RSS ഈ ഉദ്ധവുമായിട്ട് നല്ല ബന്ധം ഉള്ളത് കൊണ്ട് ഈ ഫട്നാവിസിനെയൊക്കെ ഇപ്പൊ ഉം. അവർ നിലയ്ക്ക് നിർത്തിയിരിക്കുന്ന ഇപ്പൊ അവരാ. ഒരുപക്ഷെ ഉദ്ധവിന്റെ അടുത്ത് അവർ പറഞ്ഞിട്ട് ഈ ഷിൻഡെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്ധവിനെ അതിന്റെ അധ്യക്ഷനൊക്കെ ആക്കിക്കൊണ്ട് ഒരുപക്ഷെ അവരൊരു സഖ്യം വീണ്ടും വന്നേക്കാം. അങ്ങനെ വരുമ്പോഴും ഉദ്ധവ് ഒരു ഡിമാൻഡ് മുമ്പോട്ട് വരും. കാരണം ഉദ്ധവ് ഒരു മുഖ്യമന്ത്രി ആകും. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയാണ്. പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അത് ഫട്നാവിസ് എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളത് അറിയില്ല. അതൊരു ഉം. വിഷയം അവിടെ നിൽക്കുന്നു. ആ ഒരു കീറാമുട്ടി പരിഹരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധവ് ഉം. നിഷ്പ്രയാസം ചാടി ഇപ്പുറത്ത് വരും. ഇല്ലെങ്കിൽ ഉം. BJP ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 5 മാസം വെയിറ്റ് ചെയ്യും. നിലവിൽ ഈ ഉദ്ധവിനെ നിയന്ത്രിക്കുന്ന അവരുടെ പാർട്ടിയിൽ സഞ്ജയ് റാവത്ത് എന്ന് പറഞ്ഞിട്ട് നേതാവാണ് BJP ഈ ശിവസേനയുടെ MP ആണ്. അദ്ദേഹം ഒരു 1000 കോടി രൂപയുടെ അഴിമതിയിൽ ഇപ്പൊ ജാമ്യത്തിൽ നിൽക്കുക, അകത്തായിരുന്നു. ഭാര്യയും മക്കളും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും അകത്തായി. ഒന്നുകിൽ അങ്ങനെ ചെയ്തിട്ട് അവർ ഈ BJPയുടെ ഇവർ ആ കേസ് മുറുക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത. പക്ഷെ അതിനുള്ള ഉം. സാധ്യതയേക്കാൾ കൂടുതൽ ഉം. ഞാൻ നോക്കുമ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഉദ്ധവ് വീണ്ടും ഈ NDAയുടെ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഉദ്ധവിനെ സംബന്ധിച്ച് ഇപ്പൊ മറ്റേ മുന്നണിയിൽ പോയി കഴിഞ്ഞാൽ BJP മുന്നണിയിലുള്ള സ്വീകാര്യത കിട്ടത്തില്ല. ഇപ്പൊ ഉദ്ധവ് അതെ. നേരെ മറിച്ച് വരികയും ഷിൻഡെയുമായിട്ട് അലയൻസ് ചെയ്തുകൊണ്ട് ഈ BJP സഖ്യത്തിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ 125 സീറ്റൊന്നും കൊടുക്കത്തില്ലെങ്കിൽ പോലും ഷിൻഡെയ്ക്കും ഈ പറയുന്ന ഉദ്ധവിനും കൂടെ ഒക്കെ ചേർന്ന് ചിലപ്പോൾ അവര് ഒരു 130 സീറ്റ് കൊടുക്കാൻ സാധ്യത. കാരണം അവര് 150 സീറ്റ് മത്സരിക്കുമല്ലോ. പിന്നുള്ളത് ഉം. ഉം. 288 അംഗ സീറ്റാ. അപ്പൊ അത് 150 ഉം. പോയിട്ട് പിന്നുള്ളത് 150 എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചൊക്കെ അവർ കുറയാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് അവർക്ക് ഉം. സ്വാഭാവികമായിട്ട് കുറഞ്ഞേ പറ്റും സഖ്യം വരുമ്പോഴത്തേക്ക്. അപ്പൊ അവർ കൂടുതൽ ഉം. സീറ്റ് മത്സരിച്ചുകൊണ്ട് ഇവർക്ക് ചിലപ്പം ഈ പറയുന്ന 100 സീറ്റ് വല്ലതും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP ഒരു 130, ഇവരൊരു 100, 230. പിന്നെ അവർ ഈ അത്വാല ഗിത്വാല അങ്ങനെ കുറെ ടീമുകൾ, ഇവർക്ക് ചെറിയ ടീമുണ്ട്. MNS ഉണ്ട്. ഉം. MNSമായിട്ടൊക്കെ അവർ ഉം. സംസാരിക്കുന്നുണ്ട് രാജ്യം. അവർക്കും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 288 ഒപ്പിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 100 ഉം. 110 സീറ്റ് കിട്ടും. എന്തായാലും കോൺഗ്രസിൽ ഒറ്റയ്ക്ക് എന്തായാലും ഉദ്ധവിൽ അവർ ഈ ഉദ്ധവ് ചോദിക്കുന്ന സീറ്റ് കിട്ടത്തില്ല. ഷിൻഡെയ്ക്കാണെങ്കിൽ ഈ പ്രശ്നമുണ്ട്. കാരണം ഷിൻഡെയ്ക്ക് BJPയിലും ഷിൻഡെ ചോദിക്കുന്ന സീറ്റ് ഒന്നും കിട്ടില്ല. ഈ അടുത്ത് ഫട്നാവിസ് ചർച്ച ഒന്നും നടത്താതെ പുള്ളി തന്നെ എല്ലാവർക്കുള്ള സീറ്റൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു. അത് വലിയ വിവാദമായി. ഉം. ഉം. അവര് പറഞ്ഞു ഞങ്ങൾ ഉം. 150 മത്സരിക്കും, പിന്നെ ഷിൻഡെയ്ക്ക് ഇത്ര സീറ്റേ മത്സരിക്കാൻ കൊടുക്കത്തുള്ളൂ, അജിത് പവാറിന് ഇത്രയും തരും. ഈ അജിത് പവാർ എന്ന് പറഞ്ഞൊരു സാധനം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഈ ദേവന്മാർ കൂട്ടിക്കെട്ടും ഈ BJP. ഒന്നുകിൽ അദ്ദേഹം നേരെ തിരിച്ച് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഈ ശരത് പവാറിന്റെ കൂടെ
പോയിട്ട് അവര് പിന്നെ ഇത് എവിടെയാണെന്ന് അവർക്ക് തന്നെ തിട്ടമില്ല. ഈ ശരത് പവാറിന് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അറിയില്ല, ഇത് ഇന്ത്യയുടെ കൂടാണ് അപ്പുറത്താണ്, കാരണം ഇത് അങ്ങനെ നിൽക്കുന്നവരാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് കോൺഗ്രസ് NCP ഒരു സ്ട്രോങ് സഖ്യം വരാനുള്ള സാധ്യതകൾ ഉം. വളരെ കൂടുതലാണ്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഈ ഉദവ് ഇങ്ങനത്തെ ഒരു വലിയ വിഷയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഉം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉം. ഉദവിന്റെ പാർട്ടിയിലെ കുറെ നേതാക്കൾ ചാടി വരാൻ സാധ്യതകൾ വളരെ കൂടുതലുമാണ്, കാരണം ഈ ഉം. ഉം. സീറ്റ് കിട്ടാത്തതെ കൊണ്ട്. അങ്ങനെ കുറെ ഇഷ്യൂസുകളുണ്ട്. ഉദവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്ധവ് ഒന്നും ഇപ്പോ അദ്ദേഹത്തിന് ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നടന്നിട്ട് അദ്ദേഹം ഈ അനാരോഗ്യം ഒരു വലിയ ഉം. പ്രശ്നമാണ്. പിന്നെ ഉദ്ധവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബേസിക്കലി പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉം. ഉം. ആദിത്യ താക്കറെ ആണെങ്കിലും ഒരു ഒരു പൊളിറ്റിക്കലി ഒന്നും ആ പയ്യൻ കയറി വരുന്ന ലക്ഷണമൊന്നുമില്ല. ഇപ്പൊ ഉം. തന്നെ കുറെ അധികം കേസുകളും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു പക്വതയിലേക്ക് ഉം. എത്തിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കണ്ട ഒരു ആളെന്ന് പറഞ്ഞാൽ ഈ MNSന്റെ നേതാവ് രാജ് താക്കറെ. ഉം. അദ്ദേഹത്തിനും അനാരോഗ്യം ഒരു പ്രശ്നമാണ്. അദ്ദേഹം ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ അനാരോഗ്യം ഒരു വലിയ ഉം. പ്രശ്നമാണ്. പിന്നെ ഷിൻഡേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ശിവസേന നയിച്ചോണ്ട് പോകാനുള്ള കപ്പാസിറ്റി, പിന്നെ ഒരു സാധ്യത ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ ഈ രാജ് താക്കറയുടെ ഉം. മകൻ, അതായത് ഉദ്ധവ് താക്കറയുടെ അനന്തരവനാണല്ലോ രാജ് താക്കറെ. ഉം. ഉം. അദ്ദേഹത്തിന്റെ മകനുണ്ട് ഈ രാജ് താക്കറെ. അദ്ദേഹം മിടുക്കനായ ഒരു ഇതാണ്. അദ്ദേഹം പണ്ട് ഉം. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് അവരുടെ ഈ യൂത്ത് വിങ്, സ്റ്റുഡൻസ് യൂണിയന്റെ യൂത്ത് വിങ്ങിന്റെ ഒക്കെ ലീഡറായിട്ട് പടിപടിയായിട്ട് ഉയർന്നു വരുന്ന ഉം. വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ആ ഒരു ഉം. പയ്യനാണ് ഇനിയിപ്പോ ശിവസേനയ്ക്ക് ഭാവിയിലേക്കൊരു എന്താ ഒരു ഉം. തിരിനാള. കാരണം ഈ താക്കറയുടെ കുടുംബത്തിലുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം സ്വന്തമായിട്ട് കഴിവ് തെളിയിച്ച് വന്നു, അതാണ് ഇപ്പൊ സാധ്യതയുള്ളത്. ഉദ്ധവ് താക്കറയുടെ ഇപ്പോഴത്തെ ഒരു നില കാണുമ്പോൾ കുറെയൊക്കെ വിഷമം തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പിതാവ് ബാൽ താക്കറെ ഒക്കെ നിന്നപ്പം ഒരു ഒരു വലിയ ഒരു BJP പവർ പോലും ഉണ്ടാവും. മാധവസിനയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക്. കാരണം ഡബിൾ സ്റ്റാൻഡ് എടുക്കാൻ പറ്റാതെ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് വെച്ചാൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്തതാണ്. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഒന്നുകിൽ അതെ. ഒരു വിഷയത്തിനകത്ത് അത് തെറ്റാണെന്നോ ഒന്നുകിൽ അത് ശരിയാണെന്നോ പറയാൻ കഴിയും. ഉം. ഉദ്ധവ് താക്കറെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വീര സവർക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഉദ്ധവ് താക്കറെ കോൺഗ്രസിനെതിരെ സംസാരിക്കും. എന്നാൽ നേരെ മറിച്ച് ഉം. മറ്റു ചില വിഷയങ്ങൾ ഹിന്ദുത്വത്തിന്റെ വരുമ്പോൾ നേരെ ഇപ്പുറത്ത് സംസാരിക്കും. അതായത് സ്റ്റാൻഡ് എടുക്കാൻ ഉം. അവർക്ക് കഴിയും. ബേസിക് സ്റ്റാൻഡ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും അവരുടെ ഒരു ബേസ് ഉം. സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉം. ക്ലച്ച് പിടിക്കത്തില്ല. ഇപ്പൊ BJP ഒരു ഹിന്ദുത്വ ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ആ പാർട്ടി പോകുന്നതെങ്കിൽ ആ പാർട്ടി അതോട് തീർന്നു. കമ്മ്യൂണിസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, മതേതര മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ബേസ് ഇവർ ഉം. കളഞ്ഞു ഉം. കഴിഞ്ഞാൽ ഇവരുടെ സാധനം എല്ലാ പാർട്ടിയുടെയും ബേസ് പോയി കഴിഞ്ഞാൽ ഇത് പോകും. കോൺഗ്രസിനൊക്കെ പിന്നെ ബേസ് ഇല്ല. അവരിങ്ങനെ ഒരു എന്താ ഒരു 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 വലിയ ഗ്രൗണ്ടിലെ ആൾക്കൂട്ടം പോലെയാണ് കോൺഗ്രസ്. അത് അവരെ സംബന്ധിച്ച് വിഷയം. പക്ഷേ ഉം. ഇപ്രാവശ്യം നേട്ടം മഹാരാഷ്ട്ര ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. കാരണം അവർ വളരെ ഉം. നാളുകളായിട്ട് അതിനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് മത്സരിക്കും. ഉം. നേരത്തെ തന്നെ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസ് അധികാരം പറഞ്ഞിട്ടുണ്ട് പിടിക്കും. വലിയ നേട്ടം. അധികാരം പിടിക്കില്ല, BJP പിടിക്കത്തില്ല. അവിടെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉം. ആർക്കും ഇല്ലത്. കാരണം അത്രത്തോളം ഉം. കുഴഞ്ഞു മറിഞ്ഞ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും അധികാരം പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ആയിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന പാർട്ടി. മഹാവികാസ് ഉം. അഘാഡിയിൽ കോൺഗ്രസും NDA സഖ്യത്തിൽ BJP ആയിരിക്കും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഉം. ഭരിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചാടിക്കേണ്ടതായ സാഹചര്യം. ഇപ്പൊ നിലവിലത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു ഉം. കഴിഞ്ഞാൽ ഇവർ ആരുടെ ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ നിൽക്കാൻ പോകുന്നത് കോൺഗ്രസ് NCP ഒരേ ഉം. രീതിയിൽ ഇപ്പൊ കട്ടയ്ക്ക് അവർ ഒന്നിച്ച് പോകാനുള്ള സാധ്യതകൾ 100%. ഉം. ഇതിൽ ഉദ്ധവ് ഉം. ഇനിയിപ്പോ സീറ്റ് കുറഞ്ഞാലും കടിച്ചു നിൽക്കേണ്ടി വരുമോ ചാടുമോ എന്നുള്ളത് വേറെ കാര്യം. ഉം. ഇപ്പോഴത്തെ സഖ്യത്തിലാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് BJPയും ഷിൻഡെ വിഭാഗവും ഒന്നിച്ച് നിൽക്കുന്നു. അജിത് പവാറിന്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എത്ര സീറ്റ് കൊടുക്കുമെന്ന് ഉം. എങ്ങോട്ടോ. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ മാറി മറിയാം. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അജിത് പവാർ സീറ്റൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അജിത് പവാർ ചാടി നേരെ വീണ്ടും NCPയുടെ കൂടെ പോവുകയും NCP കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിക്കൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്യും. ഉം. ഉദ്ധവ് താക്കറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂ നടക്കും അത്ര സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉം. 2019 അവര് 125 സീറ്റ് മത്സരിച്ചതാണ്. കാരണം ഈ സീറ്റ് കൂടുതൽ ഉം. ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള നേതാക്കന്മാർക്കൊക്കെ സീറ്റ് കൊടുക്കണ്ടേ. സീറ്റ് കിട്ടാതെ വന്നു ഉം. കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കലാപം നടക്കും. അതിനില്ലെങ്കിൽ ഇപ്പൊ ഈ ഉം. പിന്നെ ഇവിടെ മണിപ്പൂരും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് BJP ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഇലക്ഷൻ ഇവർ ഒന്നിച്ച് ഭരിക്കും. ഉം. ഭരിച്ചിട്ട് ഈ ഉം. ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അടിച്ചങ്ങ് പിരിയും. ഇത് ഒരു പ്ലാന്റ് ഉം. നാടകമായത്. അവര് അടിച്ചങ്ങ് ഉം. പിരിയും. പിരിച്ചിട്ട് നീ ഉം. വേറെ ഞാൻ വേറെ എല്ലാവരും ഒറ്റയ്ക്ക് മത്സരിക്കും. ഉം. അത് അപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഉള്ള സീറ്റിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കൊടുക്കാൻ ഓരോ പാർട്ടിക്കും പറ്റും. എല്ലാവർക്കും സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ അതെ. പറ്റും. അതെ. എല്ലാവരും ഹാപ്പിയായി. BJPക്കും കൊടുക്കാൻ പറ്റും. അവസാനം ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഒന്നിക്കും. ഇത് തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാ കാലവും BJP വായിക്കുന്ന ഒരു തന്ത്രം. അത് ഒന്നിച്ച് നിൽക്കുക, ഇലക്ഷന് തൊട്ട് മുമ്പ് അടിച്ചു പിരിയുക. അതായത് ഇവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് നാടകം. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം പോലെ സീറ്റ് കൊടുക്കുക. ആരും തമ്മിൽ അങ്ങോട്ടില്ല. എന്നിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും ചീത്തവിളിയൊക്കെയാണ്.
ഇലക്ഷൻ കഴിഞ്ഞ് അവർ ഒന്നിച്ചു വരിക. ഇതൊക്കെ മണിപ്പൂരിൽ നമ്മൾ കാണുന്നതാണ്, വടക്കിഴക്കൻ സംസ്ഥാനം കാണും. പക്ഷെ അതേപോലത്തെ ഒരു പൊളിറ്റിക്സ് മഹാരാഷ്ട്ര നടക്കില്ല. കാരണം വടക്കിഴക്കൻ സംസ്ഥാനം പോലെ അല്ല മഹാരാഷ്ട്ര എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം ഇത് ഉദ്ധവ് ഇപ്പൊ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം, ഉദ്ധവിനെ സംബന്ധിച്ച് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. ഈ ശിവസേനയുടെ അടിത്തറ എന്ന് അളക്കുന്ന ടെസ്റ്റ് എപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് മുംബൈ കോർപ്പറേഷന്റെ ഒക്കെ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അവിടെയാണ് ഇവരുടെ ബേസ് അളക്കുന്നത്. അവിടെ കാലിടറിയാൽ ഈ ഉദ്ധവ് എന്ന് പറയുന്ന സാധനം പൊളിറ്റിക്സ് തീർന്നു. ഇനി അതല്ല, ഉദ്ധവിന് മുമ്പോട്ട് പോകാൻ പറ്റിയ ഷിൻഡെ എന്ന് പറയുന്നൊരു സാധനം ഈ പൊളിറ്റിക്സിൽ തീർന്നു. കാരണം BJP വളരെ കൗശലത്താലാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പൊ ആര് വന്നാലും അവർക്ക് പ്രശ്നമില്ല. ഇവര് രണ്ടുപേരെ നോക്കി വാച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അവരുടെ എക്കാലത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഈ ശിവസേനയെ കൊണ്ടുവന്ന് രാജ് താക്കറെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ എക്കാലത്തെ ആഗ്രഹം. മുമ്പ് അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് നീക്കം നടത്തിയിട്ടുണ്ട്. അതായത് എല്ലാ ശിവസേനയും കൂടെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഒരു RSSന്റെ ഒരു വലിയ പ്ലാൻ. അത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൂനെ ആ മേഖലയിലൊക്കെ ഒരുപക്ഷെ ഷിൻഡയ്ക്ക് വലിയ കാരണം അദ്ദേഹത്തിന്റെ ഒരു തട്ടകമാണത്, അവിടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയേക്കുമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ചിത്രം വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഉദ്ധവിന്റെ ശിവസേന ഉണ്ടാകും, അല്ലെങ്കിൽ ഷിൻഡെ അതോടുകൂടി. ഇതിനകത്ത് ആരെങ്കിലും ഒരാളെ പിന്നെ അതിജീവിക്കത്തുള്ളൂ, അല്ലാതെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ലാസ്റ്റ് മൂമെന്റിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അജിത് പവാർ നേരെ ശരത് പവാറിലൂടെ പോയി ഉദ്ധവ് നേരെ ഇവിടെ എത്തുകയും അങ്ങനെ ഷിൻഡെയും ഉദ്ധവും കൂടെ ചേർന്ന് മുമ്പോട്ട് പോവുകയും ചെയ്യുക. ഉദ്ധവ് താക്കറെ പാർട്ടിയുടെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ടേ അത് നടക്കത്തുള്ളൂ. ഉദ്ധവ് പറയുന്നതൊക്കെ പക്ഷെ അവിടെ ഉദ്ധവ് വെക്കാൻ പോകുന്ന ഡിമാൻഡ് മുഖ്യമന്ത്രി പദമായിരിക്കും. BJP സംബന്ധിച്ച് ഒരു കൈവിട്ട കളിക്ക് അവർ നിന്ന് കൊടുത്തേ അവർക്ക് പറ്റൂ. കാരണം മഹാരാഷ്ട്ര അവരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ഒരു ഫണ്ടിങ് സ്റ്റേറ്റ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ ഷിൻഡെ വെച്ച് നിൽക്കുന്നില്ലേ, ഷിൻഡെ മുഖ്യമന്ത്രി ആക്കിയിട്ട് അവർ പിന്തുണയ്ക്കും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഉദ്ധവിനെ നിർത്തിക്കൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് 2 വർഷം നിങ്ങളെ മുഖ്യമന്ത്രി ആക്കാം. അത് മുമ്പ് ഇവർ പറഞ്ഞാൽ മതിയായിരുന്നു ആ സാധനം, 2 വർഷം നിങ്ങളാക്കിക്കുമെന്ന് പറഞ്ഞാൽ മതി. അത് ചെയ്തില്ല. വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ അവർക്ക് ഇപ്പൊ ചെയ്യാം, ഉദ്ധവിനെ ആക്കിക്കൊണ്ട് 2 വർഷത്തേക്ക്. കാരണം 2 വർഷത്തിന് മേളിലൊന്നും ഉദ്ധവിന്റെ പൊളിറ്റിക്സ് നീങ്ങത്തില്ലെന്ന് അവർക്കും അറിയാം. അപ്പൊ ചിലപ്പോൾ അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം BJP ആയതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ അവരെപ്പോഴും വാതിലുകൾ ഒരെണ്ണം അടച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വേറൊരു, അതായത് മുൻവശത്തെ വാതിൽ അടക്കി പുറവശത്തെ വാതിൽ തുറന്നിടുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ് BJP. അതായത് മുൻഭാഗത്ത് ഒരാളെ ഇറക്കി വിട്ടുകൊണ്ട് അടച്ചിടും, എന്നിട്ട് അവർ പുറകെ കൂടെ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ റെഡി ആയിക്കോളും. അതെല്ലാം അവരുടെ പൊളിറ്റിക്സ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കണ്ട ഒരു രസകര DMK അവര് പിന്തുണയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു, NDA മുന്നണി വരാന്ന് പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ ദിവസം വൈകിട്ട് തന്നെയാണ് അവർ വിളിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഒരു പ്രധാന ടെക്നിക്ക് അതാണ്. വളരെ പൊളിറ്റിക്കലി അവര് എന്താ പറയുന്നത്, വളരെ അഡ്വാൻസ്ഡ് ആണ് അവര്. അതായത് ഉദ്ധവിനെയൊക്കെ അവർ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് പറഞ്ഞാൽ പോലും നാളെ ഉദ്ധവിന്റെ കൂടെ നിന്ന് ഭരിക്കാൻ അവർക്ക് യാതൊരു, നമ്മളിത് കാശ്മീരിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ PDP ആയാലും നാഷണൽ കോൺഫറൻസ് ആയാലും ഒക്കെ ഇവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പാർട്ടികളാണ്. അവരുമായിട്ടൊക്കെ ഇവർ ചേർന്ന് ഭരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഇവർക്ക് അതൊന്നും വലിയ ഇതില്ല. അവർ അവസാന നിമിഷത്തിൽ എന്ത് തന്ത്രം ഇറക്കിയിട്ടായാലും അവർ മഹാരാഷ്ട്ര ഭരിക്കാൻ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഉദ്ധവ് മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഓഫർ വെച്ചാൽ ഉദ്ധവ് വരും. അങ്ങനെ ഒരു ഓഫർ ചെയ്തപ്പോ അവസാന നിമിഷത്തിൽ വെക്കാനും മതി, കാരണം ഈ സ്റ്റേറ്റ് കൈവെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി BJP അല്ലേ, അത് ബാക്കി അതെന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി. എന്തായാലും ഫട്നാവിസിനും മുഖ്യമന്ത്രി ആകണം. ഇപ്പൊ 2 വർഷം കഴിയുമ്പോൾ ഫട്നാവിസ് ആകുമായിരിക്കും. അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവിന്റെ ചേട്ടൻ പറഞ്ഞ പോലെ 2ൽ ഒരാളെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം വ്യക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നുകിൽ ഉദ്ധവ് അല്ലെങ്കിൽ ഷിൻഡെ. അജിത് പവാർ ഏത് നിമിഷം വേണമെങ്കിലും ചാടാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി അവിടെ അതിനകത്ത് വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക, നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആ ഒരു രാഷ്ട്രീയം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാവും. എന്തായാലും ഉദ്ധവൻ ഇപ്പൊ അവിടെ നല്ല വിലയാണ്. ഉദ്ധവന് നേരെ ചെരുപ്പേറും വീട്ടിന് പുറകും ചാണകവേറും വീട്ടിന്റെ പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ ആയിട്ട് ഉദ്ധവന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിഷർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.